ഇന്നത്തെ ആക്രി വെറുക്കാനായിട്ട് ഒരാൾ ഇറങ്ങുന്നുണ്ട്. കാണാൻ പറ്റുമോ? തുറന്നിടണോ? അടച്ചു. കാണാൻ പറ്റുമോ നോക്കി. ആ ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് പുറത്ത് പോയി കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഇതെന്തോ കാർബോർഡിന്റെ സാധനമാണെന്ന് തോന്നുന്നത്. ഇതുപോലെ ഇരിക്കാൻ കേട്ടോ. നല്ല കട്ടിയുണ്ട്, വളയണമൊന്നുമില്ല ഗൈസ്. അപ്പൊ ഇതുപോലത്തെ ഒരു 9 എണ്ണം ഞാൻ പറക്കിയിട്ടുണ്ട്. ഇതിന് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ 9 എണ്ണേ പറക്കുള്ളൂ. മണ്ണ് പറക്കിയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഇവിടെ കിടക്കണം കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ DIY. അപ്പൊ വീട്ടിൽ വന്നപ്പോ കുറച്ച് നാൾക്ക് മുമ്പ്, കഴിഞ്ഞ മാസം എന്തോ ഏട്ടൻ പറക്കിക്കൊണ്ടുവന്നാണ് ഇത് നമ്മുടെ ഹൂപ്പ്. ഓക്കെ, അപ്പൊ ഈ ഹൂപ്പും കയ്യിലുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു 3 ഹൂപ്പ് കൊണ്ടുവന്നുണ്ടായി. അത് ഒരു ഹൂപ്പ് ഇത് ഒരെണ്ണം ഞാൻ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ ഒടിഞ്ഞെടുക്കണ്ട്. അപ്പൊ ഈ ഒരു ഹൂപ്പ് നമ്മൾ എടുക്കണ്ടേ. ഈ ഹൂപ്പും നമ്മുടെ കയ്യിലുള്ള ഈ സാധനം, ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ പണി ആയുധങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആക്രിപ്പണിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഏട്ടനും കാശിക്കൊണ്ടും റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ നമ്മുടെ ടൂൾ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ ടൂൾസ്, സ്ക്രൂ, നെറ്റ്, ബോൾട്ടൊക്കെ കിടക്കുന്നുണ്ട്. കാശിയാണ് ഇപ്പൊ മറിച്ചിട്ടത്. പിന്നെ നമ്മുടെ ടൂൾ ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഡ്രില്ലറും പിന്നെ കുറച്ച് നട്ടും സ്ക്രൂവും മാത്രം മതി. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്നലെ ചെയ്ത വർക്ക് ഇതേ ഇരിക്കണം കേട്ടോ. യെസ്, നമുക്ക് ഇന്നലെ കിട്ടിയ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു അത് ബേബി മറ്റേ ഊഞ്ഞാൽ തൊട്ടിലിൻ്റെ ക്രാഡലിൻ്റെ ആണ് ഈ ഒരു വാതിൽ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തായിരുന്നു. ബാക്കി ഐറ്റംസ് ഒക്കെ അതേ ഇവിടെ ഇരിപ്പുണ്ട്. DIY ചെയ്യാനിരുന്ന ഏട്ടൻ ചെസ്സുകളിൽ മുഴുകിയിരിക്കുകയാണ് ഗൈസ്. കാശിക്കുട്ടൻ അവിടെ എന്തൊക്കെയോ പലതനുണ്ട്. ചെസ്സ് കളി തീർന്നിട്ട് വേണം നമുക്കിത് ഡ്രില്ല് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ ഡ്രില്ല് ചെയ്യാം. ഞാൻ ഡ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കില്ല. ഏട്ടനെ തന്നെ ഡ്രില്ല് ചെയ്യണം. ഇങ്ങനത്തെ പണിയൊക്കെ ഏട്ടന് ഇഷ്ടം. സോ ഏട്ടൻ്റെ ടൂൾ ബോക്സ് ഒക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. കാശിക്കുട്ടന് ഇവിടെ അതെ നമ്മൾ പശ മേടിച്ചത് വെച്ചിട്ട് എന്താ ഇങ്ങോട്ട് തിരിഞ്ഞ എന്താ ചെയ്യാൻ പോണേ? പിന്നെന്താ കാശിക്കൊണ്ട് എന്തിനാ ഇതൊക്കെ ഇട്ട് താക്കോലെടുത്ത് മുകളിൽ വെച്ചേ? ആ, നമ്മുടെ വീടിന്റെ താക്കോല്ലേ വെച്ചേക്ക്. ചെസ് കളി കുട്ടൻ ചാടാൻ പോവാണ് ഗായ്സ്. കാശിന് അവിടത്തെ നമ്മുടെ തെർമോക്കോളിന്റെ പീസും അവിടെ താഴെ കുപ്പിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാശിക്കുട്ടനൊന്നും കളയാറില്ലെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ആ, അതിന്റെ മുകളിൽ കയറി കാശിക്കുട്ടൻ ചാടാൻ പോവുകയാണ് ഗൈസ്. ചാടി. കാശിക്കുട്ടൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് തുള്ളി കളിക്കണേ, ചാടി കളിക്കണേ. അപ്പൊ അതൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി ചാടി തലേ കുത്തി മറിയും കാശി. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിന് ഓട്ടിട്ട് ഇനി നമ്മൾ ഒരെണ്ണം ഇവിടെ പിടിപ്പിച്ചു, ഒരെണ്ണം ഇനി അവിടെ പിടിപ്പിക്കാൻ പോണ്. ചെസ് കളി ജയിച്ചാ? തോറ്റു ഗൈസ്. അപ്പോൾ സ്ക്രൂ ആണ് പിടിപ്പിക്കുന്നത്. സ്ക്രൂ പിടിപ്പിച്ചിട്ട് അപ്പുറത്തെ നെറ്റ് പിടിപ്പിക്കാൻ ഇല്ല എന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഉണ്ടാ? ഇല്ല. പക്ഷെ ഇതിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്, വലിയ വെയിറ്റുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാത്തതുകൊണ്ട് അടിയിൽ സാധനം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നണം. അപ്പോൾ നമ്മൾ ഈ 3 എണ്ണം പിടിപ്പിക്കാൻ പോവാണ്. കാശി ഒന്ന് വന്നേ. 2 ഇഞ്ചിലുള്ളത് ആദ്യം വെച്ചിട്ട് നടുക്കത്ത് വെക്കണുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് ലെവല് കിട്ടും. നമ്മൾ ഈ കമ്പിയും കൊണ്ടുണ്ടല്ലോ, നമ്മൾ ഈ സ്ക്രൂവിന്റെ മുകളിലായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കാട്ടോ. കാശിന്റെ കയ്യിലുണ്ട് ഒരു കമ്പി. കാശിയും കമ്പിയും വേണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ക്രൂവിലൊക്കെ അതേ അറ്റത്തായിട്ട് നമ്മുടെ ഈ കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട് ഇതുപോലെ സെക്യൂർ ആക്കിയിട്ടുണ്ട്. നമ്മൾ വല്ല വെയിറ്റ് ഉള്ള സാധനം നല്ല വെക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ.
സ്ക്രൂ ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതിനകത്ത് ഫുൾ ബ്ലാക്ക് കളറുള്ള പെയിൻറ്റ് കൊടുത്തു കേട്ടോ. ഞാൻ ആക്രിലിക് കളറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അടിച്ചേക്കുന്നത്. ബാക്ക് സൈഡിൽ അടിച്ചിട്ടില്ല കേട്ടോ, ഫ്രണ്ട് പോർഷനിലും ആ റൗണ്ടിലുള്ള സാധനത്തിലും മൊത്തം അടിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുള്ള ഈ ഒരു കോറിഡോറിൽ സെറ്റ് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അകത്ത് തന്നെ കൊണ്ട് സെറ്റ് ചെയ്യാമെന്ന്. കാശിക്കൊണ്ട് കുഞ്ഞു കുഞ്ഞു കുറച്ച് കളിപ്പാട്ടങ്ങളും പിന്നെ കുറച്ച് ഫോട്ടോസും പിന്നെ നമ്മുടെ ആക്രിലിക്കിൻ്റെ ബോട്ടിലിനകത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെക്കോറാണ് കേട്ടോ. അപ്പോൾ ഇതുള്ള കുറേ സാധനങ്ങൾ ഇനിയും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ 3 യൂസ് ചെയ്തിട്ടുള്ളൂ, ഇനിയും ഉണ്ട് ഗൈസ് 6 വലുത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളൊരു അടിപൊളി ആക്രിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്